ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 8 ഗ്രൂപ്പ് എക്സിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് സ്റ്റോറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ കാർനോട്ട് എഞ്ചിൻ ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 227 degrees Celsius ആൻഡ് 127 degrees Celsius. ഇഫ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ എഞ്ചിൻ ഈസ് 10⁴ ജൂൾ, ദ വർക്ക് ഡൺ ബൈ ദ എഞ്ചിൻ ഈസ്. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ 227 degrees Celsius 127 degrees Celsius ആണ്. അവിടെ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ എഞ്ചിൻ എന്ന് പറയുന്നത് 10⁴ ജൂളാണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എഞ്ചിൻ ചെയ്തിട്ടുള്ള വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ 1 2 × 10⁴ ജൂൾ, ഓപ്ഷൻ 2 6 × 10⁴ ജൂൾ, ഓപ്ഷൻ 3 2 × 10⁻³ ജൂൾ, ഓപ്ഷൻ 4 5 × 10⁻³ ജൂൾ. അപ്പം സാധാരണ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ 3 പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യന് ബോർഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് സൊല്യൂഷൻ എഴുതിയിട്ട് അതെങ്ങനെയാണെന്ന് വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. സോ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 = 227 degrees Celsius ആണ്. ഇവിടെ T2 എന്ന് പറയുന്നത് 127 degrees Celsius ആണ്. അപ്പോൾ നമുക്ക് അറിയാം കെൽവിനിലോട്ട് ഇത് മാറ്റണം. 227 degrees Celsiusനെ കെൽവിനിലോട്ട് മാറ്റുമ്പം നമുക്ക് 273 ആഡ് ചെയ്യുന്ന സമയത്ത് 500 കെൽവിൻ കിട്ടും. ദെൻ നെക്സ്റ്റ് T2 എന്ന് പറയുന്നത് 127 കൊണ്ട് 273 ആഡ് ചെയ്യുമ്പോൾ 400 കെൽവിൻ കിട്ടും. നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു W/Q1 എന്ന ഇക്വേഷനാണ്. W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ ആണ്. ദെൻ നെക്സ്റ്റ് Q1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - T2/T1. അപ്പോൾ ഇവിടെ 1 - നമുക്ക് വാല്യൂ കൊടുക്കാൻ T2 എന്ന് പറയുന്നത് 400 ആണ്. T1 എന്ന് പറഞ്ഞാൽ ഇവിടെ 500 ആണ്. സോ 1 - 400 / 500. അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 500 - 400 / 500 എന്ന് വരും. ദാറ്റ് ഈസ് 100/500 ഈസ് ഈക്വൽ ടു 1/5 എന്ന് വരും. സോ നമുക്കിനി നമുക്ക് ആദ്യത്തെ ഇക്വേഷനിലോട്ട് ഈ ഒരു വാല്യൂ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് നമുക്കിവിടെ 1/5 ഈസ് ഈക്വൽ ടു W/10⁴ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഡബ്ല്യൂയുടെ വാല്യൂ ആണ്, വർക്ക് ഡൺ ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റുകയാണെങ്കിൽ W ഈസ് ഈക്വൽ ടു 10⁴/5 എന്ന് വരും. ദാറ്റ് ഈസ് 10⁴ × 1/5 അല്ലെങ്കിൽ 1/5ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.2 ആണ്. 0.2 × 10⁴ എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് 2നെ നമുക്ക് ഒരു സാധനം മുന്നോട്ടേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 2 × 10⁻³ ജൂൾ എന്ന് വരും. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം, 2 × 10⁻³ ജൂൾ. അടുത്ത ചോദ്യം, പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ കീപ്പിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ദ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. ഓപ്ഷൻ 1 ഡിക്രീസസ്, ഓപ്ഷൻ 2 ഇൻക്രീസസ്, ഓപ്ഷൻ 3 റിമൈൻ സെയിം, ഓപ്ഷൻ 4 ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്, അതിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജിയിൽ എന്ത് വ്യത്യാസം വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസസ് ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു 3/2 kBT ആണ്. KB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്, ടെമ്പറേച്ചറിൽ യാതൊരുവിധ മാറ്റവും വരുത്തുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ഇക്വേഷൻ പ്രകാരം കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ മാത്രമാണ്. അപ്പോൾ ടെമ്പറേച്ചറിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ലെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല, ഈ ഒരു കൈനറ്റിക് എനർജിയിലും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം, റിമൈൻ സെയിം. അടുത്ത ചോദ്യം, ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ലെങ്ത് ഓഫ് ദ വയർ, ഓപ്ഷൻ 2 ഡയമീറ്റർ ഓഫ് ദ വയർ, ഓപ്ഷൻ 3 ഡെൻസിറ്റി ഓഫ് ദ വയർ, ഓപ്ഷൻ 4 മെറ്റീരിയൽ ഓഫ് ദ വയർ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചറും അതിൻ്റെ ടെമ്പറേച്ചറുമാണ്.
സോ നമുക്കിവിടെ നൽകിയിരിക്കുന്നതിൽ മെറ്റീരിയൽ ഓഫ് ദ വയറാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 4 ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് റെസിസ്റ്റിവിറ്റി? അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല? അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ 1 ml/3 t⁻³ a⁻² ആണ് റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. ഈ ഒരു റെസിസ്റ്റിവിറ്റി ഡയമെൻഷണൽ ഫോർമുല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടൈം പീരീഡ് t ഓഫ് ദ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കെപ്ലറിൻ്റെ 3ാമത്തെ നിയമം അനുസരിച്ച് ടൈം പീരീഡ് എന്തുമായിട്ടാണ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 a⁻²/3, ഓപ്ഷൻ 2 a, ഓപ്ഷൻ 3 a⁻³ ഓപ്ഷൻ 4 a³. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ കെപ്ലറിൻ്റെ തേർഡ് ലോ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് ഓഫ് ഇറ്റ്സ് ഓർബിറ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് t² പ്രൊപ്പോർഷണൽ ടു a³ ആണ്. സോ t പ്രൊപ്പോർഷണൽ ടു a⁻³/2. സോ നമുക്കിവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ 3 ശരി ഉത്തരം, a⁻³/2. അടുത്ത ചോദ്യം, ദ ഡയറക്ഷൻ ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ. ഓപ്ഷൻ 1 0 ഡിഗ്രി, ഓപ്ഷൻ 2 45 ഡിഗ്രി, ഓപ്ഷൻ 3 90 ഡിഗ്രി, ഓപ്ഷൻ 4 180 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ ഡയറക്ഷൻ ഓഫ് ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എത്ര ആംഗിളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു സർക്കുലർ ഓർബിറ്റ് വരക്കുകയാണെങ്കിൽ ഇപ്പം വെലോസിറ്റി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ടുവാർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. സോ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ ഓപ്ഷൻ 3 ശരി ഉത്തരം, 90 ഡിഗ്രി. അടുത്ത ചോദ്യം, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് ഐഡിയൽ ലിക്വിഡ് ഈസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഐഡിയൽ ലിക്വിഡിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്താണെന്നാണ്. ഓപ്ഷൻ 1 സം ഫൈനൈറ്റ് സ്മാൾ നോൺ സീറോ വാല്യൂ, ഓപ്ഷൻ 2 0, ഓപ്ഷൻ 3 യൂണിറ്റി, ഓപ്ഷൻ 4 ഇൻഫിനിറ്റി. അപ്പം ഒരു ഐഡിയൽ ലിക്വിഡിൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിക്കോസ് ടാൻജൻഷ്യൽ സ്ട്രെസ് അവിടെ 0 ആണ്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു വാല്യൂ 0 ആയിട്ട് മാറും. സോ ഓപ്ഷൻ 2 ശരി ഉത്തരം, 0. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ 0 റിസൾട്ടൻറ്റ് ഫോഴ്സ്? ഓപ്ഷൻ 1 2, ഓപ്ഷൻ 2 3, ഓപ്ഷൻ 3 4, ഓപ്ഷൻ 4 5. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്ലെയിനിൽ 0 റിസൾട്ടൻറ്റ് ഫോഴ്സ് കിട്ടണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ശരി ഉത്തരം, 2. അടുത്ത ചോദ്യം, ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ഹാവ് ദ സെയിം കൈനറ്റിക് എനർജി, ദെൻ ദ റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ വിൽ ബി നിയർലി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും കൈനറ്റിക് എനർജി സെയിം ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 1:43, ഓപ്ഷൻ 2 1:1838, ഓപ്ഷൻ 3 1838:1, ഓപ്ഷൻ 4 43:1. സോ നമുക്കിവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് ഇവിടുത്തെ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണും കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോണും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/√2me ആണ്. m എന്ന് പറയുന്നത് മാസമാണ്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസും പ്രോട്ടോണിൻ്റെ മാസും. സോ ഇവിടുത്തെ കൈനറ്റിക് എനർജിയും സെയിം ആണ്. ഈ രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റേഷ്യോ ആണ്. സോ നമുക്കിവിടെ ഇനി ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ട് ഇവിടെ വരുന്നത് 1/√m ആണ്. ബാക്കി രണ്ടിലും സെയിം ആയിട്ടാണ് വരുന്നത്. സോ ഇതിൻ്റെ റേഷ്യോ കണ്ടാൽ മതി. ദാറ്റ് ഈസ് ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√m. അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് ലാംഡ പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ലാംഡ ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ വരുന്നത്
ME ഡിവൈഡഡ് ബൈ MP ആണ്. അതായത് ഈ ഇക്വേഷൻ വരാൻ കാരണം ഇവിടെ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√m ആണ്. സോ ഇവിടെ പ്രോട്ടോണിൻ്റെ കേസ് വരുമ്പം 1/√MP എന്ന് വരും ഡിവൈഡ് ബൈ 1/√ME. സോ നമുക്ക് A/B ഡിവൈഡ് ബൈ C/D വരുന്ന സമയത്ത് എന്താവും, ഇവിടുത്തെ ME മുകളിലോട്ട് കയറും, MP താഴെയും വരും. സോ ദാറ്റ് ഈസ് √ME/MP വരും. സോ ഇനി നമുക്ക് ഇലക്ട്രോണിൻ്റെ മാസും പ്രോട്ടോണിൻ്റെ മാസും കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 9.11 × 10⁻31 പ്രോട്ടോണിൻ്റെ മാസ് 1.67 × 10⁻27 നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് √1/1833 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/43. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:43 ആണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് ഇതേ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾ ആൻസർ കൊടുത്താൽ മതി. കാരണം നമുക്ക് ഈ ഒരു മാസ് ഓഫ് ഇലക്ട്രോണും മാസ് ഓഫ് പ്രോട്ടോണും നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമൊന്നുമില്ല. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ജസ്റ്റ് ആൻസർ ഓർത്ത് വെക്കുക, ഡയറക്റ്റായിട്ട് നിങ്ങൾ ആൻസർ പിക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോസ്ഫിയർ. ഓപ്ഷൻ 1 ഇൻക്രീസസ് വിത്ത് ഡിസ്റ്റൻസ്, ഓപ്ഷൻ 2 ഈസ് എ കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ 3 ഡിക്രീസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ, ഓപ്ഷൻ 4 ഈസ് 0. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു ചാർജ്ഡ് ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിലെ ഏത് പോയിൻ്റ് എടുത്തിട്ടെങ്കിലും അവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 2 ആണ് ശരി, ഈസ് എ കോൺസ്റ്റൻറ്റ്, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ ബയോട്ട്-സവാർട്ട്സ് ലോ. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് താഴെ നൽകിയിരിക്കുന്ന 4 പോയിന്റുകളിൽ ബയോട്ട്-സവാർട്ട്സ് ലോയുമായിട്ട് ബന്ധപ്പെടാത്ത പോയിന്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ 1 ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. ഓപ്ഷൻ 2 ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കറണ്ട് എലമെൻറ്റ്. ഓപ്ഷൻ 3 ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ കറണ്ട് എലമെൻറ്റ്. ഓപ്ഷൻ 4 ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ കറണ്ട് എലമെൻറ്റ്. സോ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ അറിയാം, ഇവിടെ ഓപ്ഷൻ 3 നൽകിയിട്ടുള്ള കാര്യം തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു കാര്യം തെറ്റാണ്. ഓപ്ഷൻ അതായത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു 3ാമത്തെ പോയിൻ്റിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. സോ നമ്മളിതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഡിഫൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.